വയനാട് ദുരന്തത്തിൽ മോർച്ചറിയിൽ വൈറലായ ഒരു പെൺകുട്ടിയുണ്ട്. 20 വയസ്സ് മാത്രം പ്രായം കഴിഞ്ഞ ഷിഫ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി. നമുക്കൊക്കെ അറിയാം, ഈ ദുരന്തത്തിൽ കുറെ ആളുകൾ മരണപ്പെട്ടു. ആ മരണപ്പെട്ടവരുടെ എല്ലാം മയ്യത്ത് കുളിപ്പിച്ച് മതാചാര പ്രകാരം കബറടക്കാനുള്ള എല്ലാ നടപടികളും ചെയ്തു കൊടുക്കുന്ന 20 വയസ്സ് മാത്രം പ്രായമായ ഒരു പെൺകുട്ടി. മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിലാണ് ഈ ഷിഫയുടെ വീട്. എന്തായാലും ഷിഫ പറയുന്ന കാര്യങ്ങളൊന്ന് കുറച്ച് കേട്ടു നോക്കാം. ഞങ്ങൾ പോകുന്ന ടൈമിൽ 5 ബോഡി ഉണ്ടായിരുന്നു. പിന്നെ 26ഓളം ബോഡി പാർട്സ് ഉണ്ടായിരുന്നത്. അതിൽ വളരെ സങ്കടമായിട്ട് തോന്നിയത് അവിടെ ആ ഒരു ബോഡിയുടെ ഫേസിന്റെ ഒരു കണ്ടീഷൻ ഭയങ്കര എന്താ പറയുക, നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പല പ്രായക്കാരും പല ജെൻഡറിലുള്ള ആൾക്കാരുണ്ടായിരുന്നത്. പലതരത്തിലുള്ള ബോഡി പാർട്സ് ആണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ മുഖം തിരിച്ചറിയാത്തത് കൊണ്ട് തന്നെ ഒരുപാട് ദിവസം ആ ഒരു ബോഡി ആ ഒരു മോർച്ചറിയിൽ തന്നെ ഫ്രീസറിൽ കിടന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഈ ഒരു ദുരന്തഭൂമിയിലത്തെ ആൾക്കാർ അവരുടെ കുടുംബക്കാരെയും ബന്ധുക്കളൊക്കെ അന്വേഷിച്ച് വരുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നില്ല. ഒരു തരത്തിലുള്ള ഹിന്റ് പോലും ഇല്ല അവരുടെ ആ ഒരു ബോഡിയിൽ ഉണ്ടായിരുന്നത്. പലരും പല രീതിയിലായിരുന്നു. റിയൽ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ആ ബോഡിൻ്റെ കൊണ്ട് നമുക്ക് മനസ്സിലാവില്ല ആണാണോ പെണ്ണാണോ മനസ്സിലാവുന്നില്ല. കാരണം അത്രയും എന്താ പറയുക, ശരീരമൊക്കെ ജീർണിച്ചിട്ട് വന്ന് കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അങ്ങനെ ഇപ്പോൾ ഞാൻ വരുന്ന ടൈമിൽ 2 ബോഡി അവിടെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെന്നെ ആ ഒരു ഐഡൻറ്റിഫൈ ചെയ്തത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഭയങ്കര ഒരു വേദന തോന്നുന്ന തരത്തിലാണ്. ഒരു സ്ത്രീയുടെ അവരിങ്ങനെ പറഞ്ഞിരുന്നു, ആദ്യമായിട്ട് കിട്ടിയ ബോഡിയാണ് ഈ ഒരു രക്ഷാപ്രവർത്തകർക്ക് ആദ്യമായിട്ട് കിട്ടിയ ബോഡി. അവസാന നിമിഷത്തിലാണ് അവർ കൊണ്ടുപോയത്. അപ്പോൾ അത്രയും ദിവസം ആ ഫ്രീസറിൽ കിടന്നു. അപ്പോൾ അവർ ഐഡൻറ്റിഫൈ ചെയ്തത് എന്താ വെച്ചാൽ അവരുടെ ഈ ഒരു ഗോൾഡ് ഇയറിങ്സിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് അവർ പുറത്ത് പ്രിന്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടാണ് അവർ ഐഡൻറ്റിഫൈ ചെയ്തത് നമ്മൾ ആ ഒരു ഫാമിലി. പിന്നെ ഉള്ളത് പിന്നെ ഒരു സ്ത്രീയുടെ ബോഡി അവർ കണ്ടെത്തിയത് കാലിലെ മെയിലാഞ്ചി കണ്ടിട്ടാണ്. നഖത്തിലെ മെയിലാഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഓരോ ബോഡി അവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഒരു തരത്തിലുള്ള ഹിന്റ്, നമ്മൾ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണ് അവർ ഹിൻ്റായിട്ടുള്ളൂ. പക്ഷെ അതും നമുക്ക് ഉറപ്പിക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. പലരും DNA ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ടായിരുന്നു ഇതേപോലെ ബോഡി കണ്ടിട്ട് അവരുടെ മത ആചാരപ്രകാരം മറവാക്കിയിട്ടുള്ളത്. അതിലെനിക്ക് ഏറ്റവും എനിക്കെന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു തരത്തിലുള്ള ഭയമോ പേടിയോ ഇല്ലാത്ത ആളാണ്. പക്ഷെ എനിക്ക് ഒരു സംഭവം കണ്ടു മനസ്സുണ്ട് പതറിപ്പോയി. ചെറിയൊരു കുട്ടിയുടെ കൈ അവയങ്ങളെ ആ ഒരു ഫ്രീസറിൽ കൈ മാത്രം എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. ഒരു കൈയാണ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പം അതിലേറ്റവും എന്താ പറയുക, വേദന തന്നത് ഒരു അനുഭവം കൂടിയാണ്. അതേപോലെ ബോഡി നന്നായിട്ട് അവർ മാറിയിട്ട് കൊണ്ടുപോകും. കാരണം അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഹിൻറ്റും ക്ലൂസ് ഒരു തരത്തിലുള്ള ക്ലൂ ഇല്ല. അപ്പോൾ ഏജ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഏജ് എന്താ പറയുക പറയാൻ മാത്രം ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആളാന്ന് പറയാൻ പോലും നമുക്ക് പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഫാമിലി, ഈ ഒരു ദുരന്തഭൂമിയിലുള്ള ആൾക്കാർ, ഇതിൽ അകപ്പെട്ടിട്ടുള്ള ആൾക്കാർ, കുടുംബാംഗങ്ങൾ അവർ ബോഡി കണ്ടെടുക്കാൻ വരുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരു ഫാമിലി വന്നു, ചെറിയൊരു ആൺകുട്ടിയുടെ ബോഡി അന്വേഷിച്ച് വന്നു. അവർക്ക് സംശയം തോന്നിയത് കൊണ്ട്, പിന്നെ എന്തൊക്കെയോ ഒരു സിമിലാരിറ്റി തോന്നിയത് കൊണ്ട് അവർ ആ ബോഡി കൊണ്ടുപോയി. ഒരു ഹിന്ദു ഫാമിലി ആയിരുന്നു. അവിടുന്ന് കുറച്ച് കഴിഞ്ഞിട്ട് സെയിം ആംബുലൻസിൽ തന്നെ ആ ബോഡി റിട്ടേൺ ചെയ്യുകയാണ് ചെയ്തത്. കാരണം അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അവർ ബോഡി അവർ മറവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുന്നേ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യുമല്ലോ ബോഡി ടോട്ടലി. അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ബോഡി ചേലകർമ്മം ചെയ്തിട്ടുള്ള ബോഡി ആയിരുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായത് അവരുടെ കുട്ടിയല്ല. കാരണം മുസ്ലിം സമൂഹത്തിലാണ് ഈ ഒരു ആചാരം ഉള്ളത്, ചേലകർമ്മം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് അവർക്ക് മനസ്സിലായത്. അങ്ങനെ ഈ ഒരു ബോഡി അവർ റിട്ടേൺ ചെയ്തു. അങ്ങനെ ഒരുപാട് കേസുകൾ ഉണ്ടായിട്ടുണ്ട് ബോഡി റിട്ടേൺ ചെയ്തിട്ടുള്ളത്. എന്താ പറയുക, അവർ നന്നായിട്ട് പരിശോധിക്കുന്ന ടൈമിലാണ് അവർക്ക് അവരുടെ സ്വന്തക്കാരെല്ലാം മനസ്സിലാവുന്നത്. പക്ഷെ നമുക്ക് മൊത്തത്തിൽ ഈ ഒരു ഐഡൻറ്റിഫൈ ചെയ്യാൻ മോർച്ചറിയിൽ വരുന്ന ടൈം മൊത്തത്തിൽ നമ്മൾ ഒരിക്കലും തുറന്നിട്ട് കാണിച്ചു കൊടുക്കുന്നില്ല. മെയിനായിട്ടുള്ള വിസിബിൾ ആയിട്ടുള്ള ഏരിയയിൽ ഒരു ഡാമേജ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഭാഗങ്ങളാണ് കാണിച്ചു. പക്ഷേ എല്ലാ ബോഡി മൊത്തത്തിൽ ഡാമേജ്ഡ് ആയ ഒരു സിറ്റുവേഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അവസാനം ഈ ഒരു ഫാമിലികൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വരുന്ന ടൈമിൽ അവർക്ക് എല്ലാ ബോഡികളും കണ്ടിട്ട് മാനസികമായിട്ട് അവർ ഓൾറെഡി ആകെ മെൻ്റലി ആകെ ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്, ഇപ്പോൾ ഉള്ള ജനറേഷനിൽ ഇതുപോലുള്ള ഒരു പെൺകുട്ടിയെ കാണാൻ വളരെ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. കാരണം മയ്യത്ത് കുളിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ പ്രായമുള്ള ആളുകളൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് കാണാറ്. ഇതുപോലുള്ള എന്താ പറയാ, ചെറിയൊരു 20 വയസ്സുള്ള ഒരു കുട്ടി ഇതുപോലെ ചെയ്യുന്നത് അപൂർവങ്ങളായിരിക്കും. എന്തായാലും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം എത്രയോ മയ്യത്തുകൾ അവിടെ ഉണ്ട്. നമ്മൾ മീഡിയയിൽ കൂടെ കാണുമ്പോൾ തന്നെ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവുന്നുണ്ട്. പക്ഷെ ആ സിറ്റുവേഷനിൽ അവിടെ ചെന്നിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല.
അവസാനം പോലീസ് ചെയ്ത ഒരു സൊല്യൂഷൻ എന്തെന്ന് വെച്ചാൽ നമുക്കത് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. എല്ലാ ബോഡികളും വിസിബിൾ ആയിട്ടുള്ള ഏരിയ, ഫേസ്, അതേപോലെ എന്തെങ്കിലും കുറച്ചുകൂടി ഡാമേജ് ഇല്ലാത്ത ഏരിയ അവർ ഫോട്ടോ എടുത്തിട്ട് പുറത്ത് കളർ പ്രിന്റ് എടുത്തിട്ട് പുറത്ത് ഒട്ടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഏകദേശം ഒരു സിമിലാരിറ്റി അല്ലെങ്കിൽ അവർക്ക് ഡൗട്ട് തോന്നിയ ബോഡി അവർ ഐഡന്റിഫൈ ചെയ്യാൻ വരുന്ന ടൈമിൽ ഈ ഒരു ഫാമിലി അവർക്ക് പറഞ്ഞു കൊടുക്കും, ബോഡി നമ്പർ പറഞ്ഞു കൊടുക്കും. പിന്നെ ബോഡി നമ്പർ പറഞ്ഞു കൊടുത്തിട്ട് അവർ ചെക്ക് ചെയ്യുന്ന ടൈമിലാണ് ഈ ഒരു ബോഡി അവർ കാണുന്നത്. എത്രയായാലും സ്വന്തക്കാരെ കാണുമ്പോൾ അവർക്കൊരു സിമിലാരിറ്റി തോന്നിയാൽ ആ ഒരു ടൈമിൽ അവർ ആ ഒരു ബോഡി കാണുമ്പോൾ അവർക്ക് എന്താ പറയുക, നെഞ്ച് പൊട്ടി പോകുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോൾ ഉപ്പയായാലും അല്ലെങ്കിൽ ഉമ്മയായാലും ഭാര്യയായാലും സഹോദരിയായാലും വരുന്ന ആ ഒരു ബന്ധക്കാരുടെ ആ ഒരു മാനസികാവസ്ഥ വളരെ എന്താ പറയുക, വളരെ വേദന തരുന്ന ഒരു സംഭവമാണ്. ഒരു സംഘമായിട്ട് പോയത് ടീം വെൽഫെയറിൻ്റെ ആൾക്കാരായിരുന്നു. അതിൽ ഫ്രട്ടേണിറ്റിൻ്റെ ആൾക്കാരുണ്ട്, നമ്മളെ JAOയിലുള്ള ആൾക്കാരുണ്ട്. ഞാൻ വിമൻ ജസ്റ്റിസ് മൂവ്മെൻറ്റിനെ ഇതേപോലെ പ്രതിനിധീകരിച്ചിട്ട് ഞാൻ വിമൻ ജസ്റ്റിസ് മൂവ്മെൻറ്റിൻ്റെ കൺവീനറാണ് മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിൻ്റെ. അപ്പോൾ 11 ലേഡീസും ബാക്കി കുറച്ച് പുരുഷന്മാരായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദുരന്ത ഭൂമിയിൽ തുടക്കം മുതൽ ഒടുക്കം വരെ അവർ നല്ല രീതിയിൽ പ്രവർത്തിച്ച് വരുന്ന ഒരു ടീമാണ് ടീം വെൽഫെയർ. അതുപോലെ ഒരുപാട് സംഘടനകളുണ്ട്. ചെറിയൊരു സൗണ്ട് കേട്ടാൽ അവർ പെട്ടെന്ന് ഞെട്ടുകയാണ്. കാരണം അവർക്ക് ആ ഒരു ട്രോമ എപ്പോഴും നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കിപ്പോൾ 21 വയസ്സായി. ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് എത്തുന്നത് എൻ്റെ 13ാമത്തെ വയസ്സിൻ്റെ അവസാനത്തിലായിരുന്നു. 21 വയസ്സായി. ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് എത്തുന്നത് എൻ്റെ 13ാമത്തെ വയസ്സിൻ്റെ അവസാനത്തിലായിരുന്നു. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു സെപ്റ്റംബറിലാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി പോയി. എൻ്റെ ഉപ്പാൻ്റെ ഉമ്മയാണ് എനിക്ക് ഇതിലേക്ക് ചുവടുപ്പിനുള്ള ഒരു പ്രചോദനം നൽകിയത്. അപ്പോൾ വല്യമ്മാനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയുക, അവർക്ക് 78 വയസ്സിലും കൂടുതൽ ഉണ്ടാവും. അവരുടെ ഒരു എന്താ പറയുക ഇത് പ്രകാരമാണ് പറഞ്ഞത്. അവരും ഇതേപോലെ എന്നെ പോലെ തന്നെ ചെറിയ വയസ്സിൽ 14 വയസ്സിൽ തുടങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു സേവനം. അവരുടെ പിതാക്കന്മാരെ പൂർവികരുടെ ഒക്കെ ആ ഒരു പിൻപാത പിൻപറ്റിയിട്ട് അതേപോലെ അവരും ഇതേപോലെ ഈ ഒരു മയ്യത്ത് പരിപാലനം തുടരുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു ദിവസം സ്കൂൾ കഴിഞ്ഞിട്ട് ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചത് ISSലായിരുന്നു. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ടൈമിൽ സ്കൂൾ വിട്ട് വന്നപ്പോൾ ഇവിടെ വല്യമ്മ ഒരു മയ്യത്ത് പരിപാലനത്തിന് വേണ്ടി പോകാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ ചോദിച്ചതാണ്, ഞാൻ വന്നോട്ടെ ചോദിച്ചു. അപ്പോൾ അവർ ആദ്യം ഉമ്മ ഒന്ന് ചെറുങ്ങനെ നിരുത്സാഹപ്പെടുത്തല്ല അവനെ പറഞ്ഞത്, എനിക്ക് പേടിയാവില്ല ഈ പോകണോ ചോദിച്ചു. അപ്പോൾ ഞാൻ പോയിക്കൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല പറഞ്ഞിട്ട് ഞാൻ വല്യമ്മാൻ്റെ കൂടെ പോവുകയാണ് ചെയ്തത്. എൻ്റെ ഫസ്റ്റത്തെ ഒരു മയ്യത്ത് പരിപാലനത്തിൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഞാൻ പോയ ആ ഒരു ആദ്യമായിട്ട് കുളിപ്പിച്ച മയ്യത്ത് വളരെ പ്രായം ചെന്ന ഒരു സ്ത്രീ, പാരലൈസ്ഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു, ബെഡ് പേഷ്യൻ്റ് ആയിരുന്നു. അതേപോലെ ഒരുപാട് സർജറീസും ഡയാലിസിസും അതേപോലെ ഒരുപാട് സർജറി, വയറിനായാലും ഒരുപാട് സർജറി ഒക്കെ ചെയ്തിട്ടുള്ള ബോഡിയായിരുന്നു ഞാൻ ഫസ്റ്റ് കുളിപ്പിച്ചത്. ഒരു രീതിയിലുള്ളത് കഴിഞ്ഞ് വന്നപ്പോഴും എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എൻ്റെ മൈൻഡിലില്ല. അപ്പോൾ എല്ലാവരും ചോദിച്ചിരുന്നു വീട്ടിൽ വന്നപ്പോൾ ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ടോ, ഉറങ്ങാൻ പറ്റുന്നുണ്ടോ, അങ്ങനെയൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിരുന്നു. എനിക്ക് പേഴ്സണലി അപ്പോഴും അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. നല്ല രീതിയിൽ ധൈര്യപൂർവ്വമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഓരോ ഫാമിലി വിളിക്കുമ്പോഴും കുടുംബങ്ങളും വിളിക്കുമ്പോൾ നല്ല രീതിയിൽ അവിടെ പോയിട്ട് ജനാദക്ക് വേണ്ടിയിട്ട് മയ്യത്ത് പരിപാലനം നല്ല രീതിയിൽ നടത്തിയിട്ട് കൊണ്ടുവരുന്നുണ്ട്. അൽഹംദുലില്ലാ ഇതുവരെയായിട്ട് ഒരു രീതിയിലുള്ള മോശം എന്താ പറയുക സിറ്റുവേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. എല്ലാവരുടെ ഭാഗത്തുനിന്നും സ്നേഹം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. മലപ്പുറം ജില്ലയിൽ മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ പുളിക്കക്കടവിലാണ് എൻ്റെ വീട് വരുന്നത്. വീട്ടിൽ വല്യമ്മ, അപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഒരു വല്യമ്മ ഉണ്ട്, ഉപ്പ, ഉമ്മ, എനിക്ക് 2 സഹോദരങ്ങളുള്ളത്. ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു അനിയനും 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു അനിയത്തിയുള്ളത്. ഞാൻ എൻ്റെ 10ാം ക്ലാസ് വരെ പഠിച്ചത് ISS പൊന്നാനിയിലായിരുന്നു. പിന്നെ +1ഉം +2ഉം പഠിച്ചത് MI ബോയ്സിൽ. പിന്നെ ഇപ്പോൾ ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. BA മൾട്ടിമീഡിയയിലായിരുന്നു ഞാൻ ഗ്രാജുവേറ്റഡ് ആയത്. അത് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ കീഴിലുള്ള ലിറ്റിൽ ഫ്ലവർ കോളേജിൽ ഗുരുവായൂരിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ഇനി ഇൻഷാ അള്ളാ എൻ്റെ അടുത്ത നീക്കായിട്ട് എനിക്കൊരു PG എടുക്കണം, PG ജേർണലിസ്റ്റ് എടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇൻഷാ അള്ളാ അത് നല്ല രീതിയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ എൻ്റെ പ്രത്യക്ഷത്തിൽ ഞാനൊരു ചെറിയ കുട്ടിയാണ്, അല്ലെങ്കിൽ ഒരു 20 വയസ്സ് കഴിഞ്ഞ ഒരു ചെറിയൊരു പെൺകുട്ടിയാണെന്ന് വിചാരിക്കും. പക്ഷേ എനിക്ക് ഇന്നേ വരെ ഒരു തരത്തിലുള്ള ഈ ഒരു മയ്യത്ത് പരിപാലനം എന്നുള്ള പേരിൽ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ പേടിയോ ഒന്നും ഇന്നേ വരെ അൽഹംദുലില്ലാ ഉണ്ടായിട്ടില്ല. നമ്മൾ ഒരുപാട് മതപരമായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക സാമൂഹികപരമായിട്ട് ഒരുപാട് അറിവുണ്ടായിട്ട് ഒരു കാര്യമില്ല. നമ്മളെന്താ ഈ ഒരു മയ്യത്ത് പരിപാലനം എന്ന് വെച്ചാൽ അത്രയും പുണ്യകരമായിട്ടുള്ള ഒരു കാര്യം. എൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഞാനത് എന്താ പറയുക നല്ല രീതിയിലൊരു സാമൂഹ്യ സേവനമായിട്ട് കൊണ്ടു നടക്കുന്ന ആളാണ്. അപ്പോൾ നമ്മളത് നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇന്നും നമ്മുടെ ഭൂമിയിൽ അതേപോലെ പരലോകത്ത് നല്ല രീതിയിൽ പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമാണ്. നമ്മളൊരു മനുഷ്യൻ എന്ന നിലയിൽ നമുക്കതൊരു ബുദ്ധിമുട്ടാണ്. കാരണം സ്വന്തക്കാരെ അത് ആ ഒരു അവസാന നേരത്തെ പോലെ ഒരു സ്പർശനം അല്ലെങ്കിൽ നല്ല രീതിയിൽ അവർ ഒരു പരലോകത്തേക്ക് പറഞ്ഞയക്കുന്ന ഒരു മൊമെൻ്റ് ആണല്ലോ അത്. അപ്പോഴപോലെ നമ്മൾ പുറത്തുനിന്ന് ആൾക്കാരെ വിളിക്കുന്നത് അത് ഭയങ്കര ഒരു വേദന നിറഞ്ഞൊരു സംഭവമാണ്. അപ്പോൾ എൻ്റെ ഏജിലുള്ള ഒരുപാട്
പെൺകുട്ടികളും അതേപോലെ തന്നെ എൻ്റെ ഉമ്മമാരുടെ പ്രായമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ സമൂഹത്തിൽ ഇപ്പോൾ ഈ ഒരു മയ്യത്ത് പരിപാലനം എന്ന് വെച്ചാൽ കുറച്ചും കൂടി ഏജ്ഡ് ആയിട്ടുള്ള പണ്ടത്തെ സ്ത്രീകളാണ് ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഉള്ളത്. അപ്പോൾ ഞാൻ പോകുന്ന ടൈമിലായാലും ഞാൻ വലിയമാനായിട്ടാണല്ലോ മയ്യത്ത് പരിപാലനത്തിന് പോയില്ലേ. അപ്പോൾ അവിടെ പോകുന്ന ടൈമിലായാലും ഞാനിങ്ങനെ പോയി നിൽക്കുമ്പോൾ അവരൊക്കെ അത്യാവശ്യം അത്ഭുതത്തോടെ എന്നെ ഇങ്ങനെ നോക്കും. ഞാൻ എന്നിട്ട് മയ്യത്ത് കുളിപ്പിക്കുന്ന റൂമിലേക്ക് കടക്കുമ്പോഴും ചോദിക്കും ഇതാരാ, എന്താ മോളെന്താ ഇവിടെ നിൽക്കുന്നു എന്നൊക്കെ ചോദിക്കും. പക്ഷെ ഞാൻ അപ്പോഴും ഒന്നും മിണ്ടില്ല. ഞാൻ പുഞ്ചിരിച്ചിട്ട് തന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഞാൻ ചെയ്യും. അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുക. ഞാൻ അപ്പോൾ അങ്ങനെ പറയും ഞാനിത് ഇങ്ങനെ പോകുന്ന ആളാണ്, കുഴപ്പം. എന്റെ ഒരു കാര്യം പറയാലോ, ഇപ്പൊ ഒരു മയ്യത്ത് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മോർച്ചറിയിലൊക്കെ പോയിട്ട് ഇതുപോലെ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറക്കം പറ്റില്ല. സത്യം, ഉറങ്ങുന്ന സമയത്തൊക്കെ ഓർമ്മ വരും. ഉള്ളിൽ തന്നെ ചെറുതായിട്ടൊരു പേടിയുണ്ട്. എൻ്റെ ഒരു കാര്യം പറയാണ്, എന്തായാലും ഷിഫ എന്ന പെൺകുട്ടിക്ക് നല്ലത് വരട്ടെ. കാരണം ഷിഫ എന്ന് പറയുന്ന ആ പേരിൽ തന്നെ ഉണ്ട് എല്ലാം. എന്തായാലും ജീവിതം സന്തോഷകരമാവട്ടെ, നല്ലത് വരട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കുക.